Radio Lime News Update. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിബിൻ. ഇംഗ്ലണ്ടിൽ അടുത്ത വർഷം മോർഗേജ് നിരക്കുകളിൽ കുറവുണ്ടാകുമെന്ന അഭിപ്രായമാണ് പൊതുവെ ഈ രംഗത്തെ വിദഗ്ധർ പ്രകടിപ്പിച്ചിരിക്കുന്നത്. പണപ്പെരുപ്പം കുറയുമെന്നും അതിനോട് അനുബന്ധിച്ച് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്ക് കുറയ്ക്കുമെന്നതുമാണ് മോർഗേജ് നിരക്കുകൾ കുറയ്ക്കുവാനുള്ള കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. മോർഗേജ് നിരക്കുകൾ കുറയുമെന്നത് ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ഒരു വീട് സ്വന്തമാക്കണമെന്ന പ്രതീക്ഷകൾക്ക് ചിറകുമുളയ്ക്കുന്ന വാർത്തയാണ്. എന്നാൽ സ്വന്തമായ ഒരു വീട് വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർ എവിടെ തുടങ്ങും, എങ്ങനെ ചെയ്യണം എന്ന കാര്യത്തിലും പലർക്കും വ്യക്തതയില്ല. ഒരു വീട് സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നവർ സ്വീകരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഇനി പറയാം. അടുത്ത വർഷം ഒരു വീട് സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നവർ ആവശ്യമായി ചെയ്യേണ്ടത് ഒരു വ്യക്തിഗത സേവിംഗ് അക്കൗണ്ട് നിർമ്മിക്കുക. ആദ്യമായി വാങ്ങുന്നയാൾ നൽകുന്ന ശരാശരി നിക്ഷേപം 34,500 പൗണ്ടാണ്. അതുകൊണ്ട് എത്രയും വേഗം നിങ്ങൾ സേവ് ചെയ്യാൻ തുടങ്ങുന്നുവോ അത്രയും നല്ലത്. 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെ നിങ്ങളുടെ സേവിംഗ്സ് അലവൻസ് പരമാവധി വിനിയോഗിക്കുകയാണെങ്കിൽ അത് സൗജന്യ ബോണസായി 22,000 പൗണ്ട് ലഭിക്കുമെന്ന് ഡിജിറ്റൽ മോർഗേജ് ബ്രോക്കർ ചീഫ് എക്സിക്യൂട്ടീവ് റിച്ചാർഡ് ഡാന പറയുന്നു. മാർപ്പാപ്പയുടെ പിൻഗാമി ആരായിരിക്കുമെന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. അടുത്ത പോപ്പാകണമെന്ന് കണക്കാക്കപ്പെടുന്നവരുടെ പട്ടികയിൽ 9 പേരുകളാണുള്ളത്. ഇപ്പോഴത്തെ ഈ പട്ടികയിൽ നിന്നും തന്നെ ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു കർദിനാൾ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. പത്രസമ്മേളനം വിളിച്ചാണ് അദ്ദേഹം തന്നെ ഒഴിവാക്കണമെന്ന കാര്യം ആവശ്യപ്പെട്ടത്. ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും കത്തോലിക്ക സഭയിലെ കർദിനാൾ വിൻസെന്റ് നിക്കോൾസ് ആണ് തന്നെ മാർപ്പാപ്പ സ്ഥാനത്തേക്ക് പരിഗണിക്കരുതെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 79 വയസ്സ് കഴിഞ്ഞതായും അതുകൊണ്ട് തന്നെ പ്രായാധിക്യം കാരണം മാർപ്പാപ്പ പദവിയിലേക്ക് പരിഗണിക്കരുത് എന്നുമാണ് നിക്കോൾസ് വിശദീകരിക്കുന്നത്. പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തിനോടൊപ്പം പങ്കെടുത്ത മറ്റൊരു കർദിനാളായ തിമോത്ത് റാഡ്ക്ലിഫും മാർപ്പാപ്പയാകാനുള്ള മത്സരത്തിൽ നിന്നും പിന്മാറുകയാണെന്നുള്ള നിലപാടിലായിരുന്നു. സാൻ ഫ്രാൻസിസ്കോ ബ്രിട്ടീഷ് എയർവേസ് ക്യാബിൻ ക്രൂ ജീവനക്കാരനെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതായി സ്ഥിരീകരിച്ച അധികൃതർ. ജോലിയുടെ ഭാഗമായി സാൻ ഫ്രാൻസിസ്കോയിലെത്തിയ ഒരു വിമാനത്തിലെ ഡ്യൂട്ടി അവസാനിപ്പിച്ച് ഹോട്ടൽ മുറിയിലേക്ക് പോയ ജീവനക്കാരൻ പിന്നീട് തിരിച്ചെത്തിയില്ല. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരുന്ന വിമാനത്തിന്റെ തുടർ യാത്ര റദ്ദാക്കേണ്ടി വരികയും ചെയ്തു. സാൻ ഫ്രാൻസിസ്കോയിലെ മാരിയറ്റ് മാർക്യൂസ് ഹോട്ടലിലാണ് ജീവനക്കാരൻ തങ്ങിയിരുന്നത്. ഒരു ദിവസം അവധിക്ക് ശേഷം തൊട്ടടുത്ത ദിവസം ജോലിക്കായി ജീവനക്കാരൻ എത്തിയില്ല. ഇക്കാര്യം മറ്റു ജീവനക്കാർ അധികൃതരെ അറിയിക്കുകയും ഹോട്ടൽ മാനേജ്മെന്റുമായി ബന്ധപ്പെടുകയുമായിരുന്നു. ഹോട്ടൽ ജീവനക്കാർ മുറി തുറന്ന് പരിശോധിച്ചപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എങ്ങനെയാണ് മരണം എന്ന് സംഭവിച്ച കാര്യത്തിലുള്ള വ്യക്തത വന്നിട്ടില്ല. ഇനി നാട്ടിലെ വാർത്തകൾ. ജമ്മു കാശ്മീരിലെ പഹൽഗാമിലെ ബൈസറിനിൽ വിനോദസഞ്ചാരികൾക്കു നേരെ ഭീകരാക്രമണം. ആക്രമണത്തിൽ 12 വിനോദസഞ്ചാരികൾക്ക് പരിക്കേറ്റു. മേഖലയിൽ ട്രക്കിങ്ങിന് പോയവർക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. മേഖലയിലേക്ക് കൂടുതൽ സുരക്ഷാ സേനകൾ പുറപ്പെട്ടിട്ടുണ്ട്. വിനോദസഞ്ചാരികൾ പതിവായി എത്തുന്ന ബൈസറിൻ താഴ്വരയിലാണ് ആക്രമണം നടന്നിരിക്കുന്നതെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അജ്ഞാതരായ തോക്കുധാരികൾ വിനോദസഞ്ചാരികൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. കാൽനടയായോ കുതിരപ്പുറത്തോ മാത്രമോ ഈ പ്രദേശത്ത് എത്തിച്ചേരുവാൻ സാധിക്കുന്നുവെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. പരിക്കേറ്റവരെ രക്ഷപ്പെടുത്തുന്നതിനായി അധികൃതർ മേഖലയിലേക്ക് ഹെലികോപ്റ്റർ അയച്ചിട്ടുണ്ട്. UPSC സിവിൽ സർവീസ് ഫലം പ്രഖ്യാപിച്ചു. ഉത്തർപ്രദേശ് പ്രയാഗ്രാജ് സ്വദേശി ശക്തി ദുബൈക്ക് 1ാം റാങ്ക്. 1009 പേർക്കാണ് ഇക്കുറി സെലക്ഷൻ. ഹർഷിത റോയൽ, DA പരാഗ് എന്നിവർക്ക് 2ഉം 3ഉം റാങ്കും. B ശിവചന്ദ്രൻ, ആൽഫ്രഡ് തോമസ്, R മോണിക്ക, P പവിത്ര, മാളവിക G നായർ, GP നന്ദന, സോണറ്റ് ജോസ് തുടങ്ങിയവരാണ് ആദ്യ 60 റാങ്കിനുള്ളിൽ ഇടം നേടിയ മലയാളികൾ. തിരുവാതുക്കൽ ഇരട്ടക്കൊലപാതകത്തിൽ പ്രതിയെക്കുറിച്ച് കൂടുതൽ സൂചനകൾ ലഭിച്ചതായി ജില്ലാ പോലീസ് മേധാവി S ഷാഹുൽ ഹമീദ്. നിലവിൽ ആരും കസ്റ്റഡിയിലില്ല. വ്യക്തിപരമായ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിന് കാരണം. വീടിനെ കുറിച്ച് നല്ല അറിവുള്ളയാളാണ് കൊലപാതകം നടത്തിയത്. വീട്ടിലെ CCTV DVR നഷ്ടപ്പെട്ടിട്ടുണ്ട്. കൊലയ്ക്ക് ഉപയോഗിച്ച കോടാലി വീട്ടിലെ ഔട്ട് ഹൗസിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. വാതിൽ തകർക്കുവാനാണ് അമ്മിക്കല്ല് ഉപയോഗിച്ചതെന്ന് കരുതുന്നു. എന്നാൽ കൊലയ്ക്ക് അമ്മിക്കല്ല് അല്ല ഉപയോഗിച്ചത്. വിജയകുമാറിന്റെ മൃതദേഹം ഹാളിലും ഭാര്യയുടെ മൃതദേഹം ഊണുമുറിയിലുമാണ് കിടന്നിരുന്നതെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. ഇനി കായിക വാർത്തകൾ. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ തിരിച്ചുവരവിന്റെ പാതയിലുള്ള ലക്നൌ സൂപ്പർ ജയന്റ്സ് ഇന്ന് തിരിച്ചുവരവ് മോഹിക്കുന്ന ഡൽഹി ക്യാപിറ്റൽസിനെതിരെ. കഴിഞ്ഞ മത്സരത്തിൽ രാജസ്ഥാനെതിരെ അവസാന ഓവറിൽ ആവേശ് ഖാന്റെ തകർപ്പൻ ബോളിംഗ് പ്രകടനത്തിന്റെ ബലത്തിൽ വിജയം പിടിച്ചെടുത്ത ആവേശത്തിലാണ് ലക്നൌ എത്തുന്നത്. ഡൽഹി ആകട്ടെ വിജയ തുടർച്ച കഴിഞ്ഞ 3 മത്സരങ്ങളിലും 2ഉം തോറ്റതിന്റെ നിരാശയിലും. ഇതിനിടെ ജയിച്ചത് രാജസ്ഥാനോട് മാത്രമാണ്. അന്ന് തോൽവിയുടെ വക്കിൽ നിൽക്കെ മത്സരം സൂപ്പർ ഓവറിലേക്ക് നീട്ടിയാണ് ഡൽഹി ജയിച്ചു കയറിയത്. ഒടുവിൽ കളിച്ച 3 മത്സരങ്ങളിലും തോറ്റെങ്കിലും 7 കളികളിൽ നിന്ന് 5 ജയം സഹിതം 10 പോയിന്റുമായി 2ാം സ്ഥാനത്താണ് ഡൽഹി. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 113.96 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.